ജൂലൈ 8 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ വിത്ബുർഗ, വിശുദ്ധ അപ്പോളോണിയസ്, വിശുദ്ധ ആൽബർട്ട്, വിശുദ്ധ അക്വില, വിശുദ്ധ പ്രിഷില്ല. ട്രവസിലെ 4ാമത്തെ ബിഷപ്പായ വിശുദ്ധ ഔസ്പീഷ്യസ്, ടൗളിലെ ബിഷപ്പായ വിശുദ്ധ ഔസ്പീഷ്യസ്. വിശുദ്ധ വിത്ബുർഗ 743 കാലഘട്ടത്തിലാണ് വിശുദ്ധ വിത്ബുർഗ ജീവിച്ചിരുന്നത്. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ആംഗിൾസിന്റെ രാജാവായ അന്നാസിന്റെ സെക്കുബുർഗ, എർമേനുള്ള, ഔഡ്രി, വിത്ബുർഗ എന്നീ 4 വിശുദ്ധരായ പുത്രിമാരിൽ ഇളയവളാണ് ഇവിടെ പ്രതിപാദിക്കുന്ന വിശുദ്ധ. ശിശുപ്രായം മുതൽ തപോനിഷ്ഠമായൊരു ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. നോർഫോൾക്കിൽ കടൽത്തീരത്തായിരുന്നു അവളുടെ താമസം. പിതാവിന്റെ മരണത്തിന് ശേഷം നോർഫോൾക്കിൽ തന്നെ കുറെ കൂടി അജ്ഞാതമായ ഒരു മൂലയിൽ ഏകാന്തതയിൽ അവൾ താമസിക്കാൻ തുടങ്ങി. വേറെ കന്യകമാരും വന്നു ചേർന്നു. അവിടെ ഒരു മഠവും പള്ളിയും പണിയിക്കാൻ അവൾ ആരംഭമിട്ടു. എന്നാൽ പണി തീരുന്നതിന് മുൻപ് 743 മാർച്ച് 17-ാം തീയതി അവൾ തൻ്റെ ദിവ്യമണവാളന്റെ സവിധത്തിലേക്ക് പോയി. അവളുടെ ശരീരം ഡൽഹം സെമിത്തേരിയിൽ സംസ്കരിച്ചു. 55 വർഷം കഴിഞ്ഞിട്ടും അത് അഴിയാതെ കാണപ്പെട്ടതിനാൽ പള്ളിയിലേക്ക് മാറ്റി. 1106 ശരീരം മറ്റ് സഹോദരിമാരെ സംസ്കരിച്ചിരുന്ന സ്ഥലത്ത് തന്നെ അടക്കം ചെയ്തു. അന്നും വിത്ബുർഗയുടെ ശരീരം അഴിഞ്ഞിരുന്നില്ല. വെസ്റ്റ് മിനിസ്റ്ററിലെ ഒരു സന്യാസിയായിരുന്ന വാർണർ മൃതശരീരത്തിന്റെ കരങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും വിവരം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തു. തെറ്റഫോർഡിലെ ബിഷപ്പ് ഹെർബർട്ടും ഇതിന് സാക്ഷിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ അഴിഞ്ഞുപോയിട്ടില്ലാത്ത വിശുദ്ധദേഹം കണ്ടിട്ടുള്ളവർക്ക് ഇതൊരു പുതുമയായിരിക്കുകയില്ല. തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം എങ്ങനെയൊക്കെ മഹത്വപ്പെടുത്തുന്നുവെന്ന് കണ്ടാലും. ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ ജോൺ വിയാനിയുടെ വാക്കുകൾ വിചിന്തനം ചെയ്യാം. ഒരു യഥാർത്ഥ ക്രിസ്തീയ കുടുംബത്തിൽ വളരുന്നത് എത്ര ഭാഗ്യം! ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമകൾ മനസാക്ഷിപ്രകാരം നിറവേറ്റുവാൻ വളരെ ശ്രദ്ധ വേണ്ടിവരും. തങ്ങളുടെ കുട്ടികൾ പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദർപ്പണമാണ് മാതാപിതാക്കന്മാർ. ദൈവത്തിനും മനുഷ്യർക്കും സംപ്രീതനായ ഒരു കുട്ടിയുടെ പിതാവും മാതാവുമാണ് ഞാനെന്ന് പറയുവാൻ കഴിയുന്നെങ്കിൽ എന്തൊരു ആശ്വാസമായിരിക്കും. വിശുദ്ധയായ വിത്ബുർഗയെ ലോക സമാധാനത്തിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.